ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിഫ്റ്റി ഏകദേശം 100 പോയിന്റ് ഇടിഞ്ഞുകൊണ്ട് 25,797 വ്യാപാരം അവസാനിപ്പിച്ചത്. ഒരു ഘട്ടത്തിൽ അത് 25,718 എന്നുള്ള ആ ഒരു സപ്പോർട്ട് ലെവൽ വരെ എത്തിയിരുന്നു. അവിടെ നിന്ന് വീണ്ടും തിരിച്ചു കയറിക്കൊണ്ട് അവസാന നിമിഷം നേരിയൊരു ബൈങ് നടന്നതായിട്ട് കാണാം. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം മാർക്കറ്റിൽ നല്ല റാലി ആയിരുന്നു നടന്നിരുന്നത്. ഇന്ത്യ US ട്രേഡ് ഡീല് അത് അതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തി. ഉടൻ തന്നെ അത് നടക്കുമെന്നുള്ള ഒരു പ്രത്യേകിച്ച് അത് 15% മുതൽ 16% വരെയുള്ള വളരെ ലോ ആയിട്ടുള്ളൊരു താരിഫാണ് ഇന്ത്യക്ക് വരിക തുടങ്ങിയ പല റിപ്പോർട്ടുകളും വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു റാലിയാണ് നടന്നത്. പക്ഷെ അതിനെ കൺഫേം ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അത് വെരിഫൈ ചെയ്യുന്ന രീതിയിൽ ഇന്ത്യൻ സൈഡിൽ നിന്ന് യാതൊരുവിധ അനൗൺസ്മെൻറ്റും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. കൂടാതെ US പ്രസിഡന്റും ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററും തമ്മിലുള്ള മലേഷ്യയിലുള്ള ആ ഒരു മീറ്റിംഗ് നടക്കുകയില്ല എന്ന ഒരു വാർത്ത കൂടി വന്നതോടുകൂടി മൊത്തത്തിൽ മാർക്കറ്റ് ബിയറിഷ് ആവുകയുണ്ടായത്. അപ്പോൾ തീർച്ചയായിട്ടും ബുൾസിൻ്റെ ആ ഒരു സ്പിരിറ്റിനെ തല്ലിക്കെടുത്താൻ ഈ ഒരു ട്രംപിൻ്റെ അതിനുശേഷമുള്ള ആക്ഷൻസും ഗ്ലോബൽ ക്യൂസിൽ വന്നിട്ടുള്ള അനിശ്ചിതത്വങ്ങൾ മാർക്കറ്റിൽ ആ ഒരു മൊമെൻ്റ് നിലനിർത്താൻ സാധിക്കാതെ പുറകോട്ട് വരികയുണ്ടായത്. അതുകൂടാതെ അടുത്ത 2 ദിവസങ്ങളിൽ മാർക്കറ്റ് അവധിയാണ്. തീർച്ചയായിട്ടും ഈ ട്രേഡ് ഡീലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും വിധത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള വാർത്തകളോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള വാർത്തകളോ അത് തീർച്ചയായിട്ടും മാർക്കറ്റിനെ പിടിച്ചുലക്കുന്ന രീതിയിലായിരിക്കും വരാൻ പോവുക എന്ന ഒരു സ്പെക്കുലേഷൻ്റെ ഭാഗമായിട്ട് ലോങ് പൊസിഷൻ എടുക്കുവാൻ പൊതുവെ ബിഗ് ഇൻവെസ്റ്റേഴ്സ് തയ്യാറാവുകയില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സെൽ ഓഫ് അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് യഥാർത്ഥത്തിൽ ഇന്ന് മാർക്കറ്റ് നമ്മൾ കണ്ടത്. അപ്പോൾ എങ്കിൽ പോലും ട്രേഡ് ഡീലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അന്തരീക്ഷം ഇപ്പോഴും അത് പൂർണ്ണമായി ഇല്ലാതായിട്ടില്ല. കാരണം കൊമേഴ്സ് മിനിസ്റ്റർ പറഞ്ഞിട്ടുള്ളത് ഒരു ഫെയർ ആൻഡ് ഈക്വിറ്റബിൾ എഗ്രിമെന്റ് US-ഉമായിട്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ്. ഇപ്പോൾ താൽക്കാലികമായ ഒരു തിരിച്ചടി ആ ഒരു നിഫ്റ്റിയിലെ റാലിയിൽ ഉണ്ടായെങ്കിലും തീർച്ചയായിട്ടും ട്രേഡ് ഡീലുമായി ബന്ധപ്പെട്ടുള്ള പോസിറ്റീവുകൾ വാർത്തകൾ വരുമ്പോൾ അത് തിരിച്ച് കയറുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇതുകൂടാതെ ഗ്ലോബൽ ക്യൂസും വരാൻ പോകുന്ന US ചൈന സമ്മിറ്റ്, പ്രത്യേകിച്ച് സൗത്ത് കൊറിയയിൽ നടക്കാൻ പോകുന്ന ആ ഒരു സമ്മിറ്റിൽ ചൈനയുടെയും അമേരിക്കയുടെയും ഈ രാഷ്ട്രത്തലവന്മാർ മീറ്റ് ചെയ്യുകയാണ്. അവിടെ മഞ്ഞുരുകുന്ന ഒരവസ്ഥ ഉണ്ടാകുമെന്ന് തന്നെയാണ് പൊതുവെ പ്രതീക്ഷിക്കുന്നത്. കാരണം US-ന്റെ മുന്നിൽ വലിയ തോതിലുള്ള ഒരു ബാർഗെയിൻ പവർ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ചൈന പ്രത്യേകിച്ച് റെയർ എർത്ത് മിനറൽസുമായി ബന്ധപ്പെട്ട് അവർക്കുള്ള ആ ഒരു അപ്രമാദിത്വം അത് അവർ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ തീർച്ചയായിട്ടും US കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു താരിഫ് സ്റ്റാൻഡിലേക്ക് വരേണ്ടി വരുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഏതായാലും US ചൈന ട്രേഡ് ഡീൽ ഫൈനലൈസ് ചെയ്തതിന് ശേഷമേ ഇന്ത്യയുമായിട്ടുള്ള ഒരു ട്രേഡ് ഡീലിൻ്റെ ഫൈനലൈസേഷൻ വരുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അതുകൂടാതെ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മാർക്കറ്റിനെ പുറകോട്ട് വലിച്ചിട്ടുള്ള ക്രൂഡ് ഓയിൽ പ്രൈസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്പോൾ അതിൻ്റെ ആ ഒരു വമ്പിച്ച പ്രൈസ് ഹൈക്ക് അത് ഇന്ന് കുറച്ച് സ്റ്റെബിലൈസ് ചെയ്തതായിട്ട് കാണാം. ഇന്ന് നേരിയ തോതിലെങ്കിലും ക്രൂഡ് പ്രൈസുകൾ താഴോട്ടേക്ക് വന്നതുകൊണ്ട് തന്നെ അവിടെ ഒരു പോസിറ്റീവ് സൈൻ നിലനിൽക്കുന്നുണ്ട്. അതുകൂടാതെ റഷ്യ വളരെ ബോൾഡായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിലുള്ള സാങ്ഷൻസ് ഒന്നും റഷ്യൻ എക്കണോമിയെ ബാധിക്കില്ല എന്നുള്ളത്. അതുകൂടാതെ ഇന്ത്യയും ഈ ക്രൂഡ് ഓയിലുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ത്യ തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഒരു മിഡിൽ മാൻ ത്രൂ ആണ് ഈ ഒരു ഓയിൽ പർച്ചേസ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2 ബിഗ്ഗസ്റ്റ് ഓയിൽ കമ്പനികൾക്ക് സാങ്ഷൻ വരുന്നത് ഒരിക്കലും ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ വാങ്ങലിനെ വലിയ തോതിൽ ബാധിക്കില്ല എന്നും നമുക്ക് വാർത്തകളിൽ കാണാം. ഇതുകൂടാതെ മാർക്കറ്റിൽ മറ്റൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം കാണുന്നത് നമ്മുടെ ഇന്ത്യൻ റൂപ്പി അത് കുറച്ചുകൂടി സ്റ്റെബിലൈസ് ചെയ്യുന്ന രീതിയിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ന് 87.78 എന്ന ലെവലിൽ നമുക്ക് ഇന്ത്യൻ റുപ്പി US ഡോളറിനെതിരെ ട്രേഡ് ചെയ്യുന്നത് കാണാം. ഇന്ന് നമ്മൾ സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ എല്ലാ സെക്ടറുകളിലും ഇന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നു. അതുകൂടാതെ മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, ലാർജ് ക്യാപ്പ്, മൈക്രോ ക്യാപ്പ് എന്ന വ്യത്യാസമില്ലാതെ എല്ലാ സെക്ടറുകളിലും സെൽ ഓഫ് ആണ് ഉണ്ടായത്. തീർച്ചയായിട്ടും അവിടെ പ്രത്യേകിച്ച് ഈ മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു റാലിയിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് തീർച്ചയായിട്ടും നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. സെക്ടറുകളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി മെറ്റൽ ഇൻഡെക്സ് മാത്രമാണ് ഇന്ന് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു മൂവ് നടത്തിയത്. 1% കൂടുതലുള്ള ഒരു റാലി അവിടെ നടന്നു. അപ്പോൾ ആ മെറ്റൽ ഇൻഡെക്സിലുള്ള പ്രധാനപ്പെട്ട സ്റ്റോക്കുകളായിട്ടുള്ള ഹിൻഡാൽകോ, ഹിന്ദ് കോപ്പർ, നാഷണൽ അലൂമിനിയം, വേദാന്ത, ഹിന്ദുസ്ഥാൻ സിങ്ക് പോലെയുള്ള സ്റ്റോക്കുകളൊക്കെ 1% മുതൽ 4% വരെ മുന്നേറ്റം നടത്തിയതായിട്ട് കാണാം. അതിൽ പ്രത്യേകിച്ച് അലൂമിനിയം സ്റ്റോക്കുകളാണ് കാര്യമായിട്ട് മുന്നേറിയത്. പ്രത്യേകിച്ച് ഹിൻഡാൽകോ, നാഷണൽ അലൂമിനിയം പോലെയുള്ള സ്റ്റോക്കുകൾ നല്ല മുന്നേറ്റം നടത്തി. അപ്പോൾ അതിനൊരു പ്രധാനപ്പെട്ട കാരണം അലൂമിനിയം പ്രൈസസ് ഗ്ലോബലായിട്ട് കമ്മോഡിറ്റി എക്സ്ചേഞ്ചുകളിൽ വമ്പിച്ച തോതിൽ വില വർദ്ധിച്ചതായിട്ട് റിപ്പോർട്ടുകളിൽ കാണാം.
പ്രത്യേകിച്ച് ലണ്ടൻ മെറ്റൽ എക്സ്ചേഞ്ചിൽ അഥവാ LME $2,850 പെർ ടണ്ണിന് അലൂമിനിയത്തിന്റെ റേറ്റ്. ഇപ്പോൾ ഇന്ത്യൻ കമ്മോഡിറ്റി എക്സ്ചേഞ്ചുകളിൽ ഏകദേശം 268 രൂപ പെർ കിലോഗ്രാമിന്റെ ഒരു വർധനവും അവിടെ ഫ്രഷ് ലോങ് ബിൽഡപ്പും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ LME എക്സ്ചേഞ്ചിലുള്ള ഡാറ്റ സൂചിപ്പിക്കുന്നത് ഇപ്പോഴുള്ള അലൂമിനിയം പ്രൈസസ് അതിന്റെ റെക്കോർഡ് ലെവലിലാണ്. ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ മാത്രം 25% ഒരു ഗെയിനാണ് അലൂമിനിയം പ്രൈസിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ഒരു പ്രതിഫലനമാണ് നമുക്കിന്ന് മെറ്റൽ സ്റ്റോക്കുകളിൽ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ അവിടെ ഹിൻഡാൽകോ പ്രത്യേകിച്ച് 4%-ലധികമുള്ള ഒരു റാലി നടന്നതായിട്ടും കാണാം. പിന്നെ നമ്മൾ മാർക്കറ്റിൽ പ്രധാനമായിട്ടും നിഫ്റ്റിയെ പിറകോട്ട് വലിച്ച ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് HUL ആണ്. HULന്റെ റിസൾട്ട് കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അവിടെ ഇയർ ഓൺ ഇയർ സെയിൽസിൽ ഏകദേശം 2% ഒരു ജമ്പ് മാത്രമാണ് ഉണ്ടായത്. പ്രോഫിറ്റിൽ 2% ഡിപ്പാണ് ഉണ്ടായത്. കൂടാതെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ സെയിൽസിലായാലും പ്രോഫിറ്റിലായാലും 1 to 2% ഡൗൺ ആണ് റിസൾട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ HULന്റെ ഈ ഒരു അണ്ടർ പെർഫോമൻസ് തീർച്ചയായിട്ടും FMCG സെക്ടറുകളിൽ ഒരു നെഗറ്റിവിറ്റി സൃഷ്ടിച്ചു. HULന്റെ ഈ ഒരു റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ പല ഇന്റർനാഷണൽ ബ്രോക്കറേജ് ഫേമുകളും മിക്സഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് HUL സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ മോർഗൻ സ്റ്റാൻലി അവർ ഒരു ഈക്വൽ വെയിറ്റ് ആണ് HULന് കൊടുത്തിട്ടുള്ളത്. അതായത് 2335 എന്ന പ്രൈസ് എന്നൊരു ടാർഗറ്റ് മാത്രമാണ് അവർ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഗോൾഡ്മാൻ സാക്സ് പക്ഷേ ഇതിനൊരു ബൈ കോൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. 2850 എന്നുള്ള ഒരു ടാർഗറ്റ് പ്രൈസാണ് അവർ നിശ്ചയിച്ചിട്ടുള്ളത്. ഗോൾഡ്മാൻ സാക്സ് പറയുന്നത് റിസൾട്ട് എക്സ്പെക്ടേഷന് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത് എന്ന് തന്നെയാണ്. കാരണം ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു ഡിപ്പ് GST ട്രാൻസിഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കാരണം GSTക്ക് മുമ്പുള്ള സ്റ്റോക്കുകൾ സ്വാഭാവികമായിട്ടും കെട്ടിക്കിടന്നത് ഇതിന്റെ സെയിൽസ് റവന്യൂവിനെ തീർച്ചയായിട്ടും ബാധിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ FY26 സെക്കൻഡ് ഹാഫിലായിരിക്കും HUL കാര്യമായ പെർഫോമൻസ് നടത്തുക എന്നാണ് ഗോൾഡ്മാൻ സാക്സ് പറയുന്നത്. എന്നാൽ CLSA ഇതിന് അണ്ടർ പെർഫോം എന്ന റേറ്റിംഗ് ആണ് കൊടുത്തുള്ളത്. 1966 എന്നുള്ള പ്രൈസാണ് നിശ്ചയിച്ചിട്ടുള്ളത്. വരാൻ പോകുന്ന ക്വാർട്ടറുകളിൽ മാത്രമായിരിക്കും അതിൻ്റെ ഒരു റിക്കവറി ഉണ്ടാവുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ അണ്ടർ പെർഫോം എന്ന റേറ്റിംഗ് കൊടുത്തിട്ടുള്ളത്. ഇതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട FMCG റിസൾട്ട് വന്നിട്ടുള്ളത് കോൾഗേറ്റ് പാൽമോളിവ് ഇന്ത്യയാണ്. അതിൻ്റെ റിസൾട്ടും ഇയർ ഓൺ ഇയറിൽ 6% ഡിപ്പാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പ്രോഫിറ്റിലും 17% ഡിപ്പ് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ 5% റൈസും ക്വാർട്ടർ ഓൺ ക്വാർട്ടർ പ്രോഫിറ്റിൽ 2% റൈസും ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും കോൾഗേറ്റിന്റെ ഈ ഇയർ ഓൺ ഇയർ സെയിൽസിലുണ്ടായ ആ ഒരു ഡിപ്പ് കാരണം മിക്സഡ് ആയിട്ടുള്ള റിയാക്ഷൻസ് ആണ് ഗ്ലോബൽ ബ്രോക്കറേജുകൾ ഇതിനോട് കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ സിറ്റി ഇതിന് സെൽ റേറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ ടാർഗറ്റ് നിശ്ചയിച്ചിട്ടുള്ളത് 2100 എന്നുള്ള പ്രൈസാണ്. ഇപ്പോൾ GST റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡീസ്റ്റോക്കിംഗ് കാരണമാണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് എന്നും അവർ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ CLSA പക്ഷേ ഇതിന് ഒരു ഹോൾഡ് റേറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ടാർഗറ്റ് 2130 നിശ്ചയിച്ചിട്ടുള്ളത്. നൊമൂറ ആണെങ്കിൽ ഇതിന് റെഡ്യൂസ് എന്നുള്ള ഒരു കോളാണ് കൊടുത്തിട്ടുള്ളത്. ടാർഗറ്റ് 2200 താഴ്ത്തിയിരിക്കുന്നത്. എന്നാൽ ജെഫ്രീസ് തികച്ചും വ്യത്യസ്തമായിട്ട് ഇതിന് 2700 എന്നുള്ള ഒരു പ്രൈസ് ടാർഗറ്റ് നിശ്ചയിച്ചുകൊണ്ട് ഒരു ബൈ കോളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ GST റേറ്റ് കട്ട്സ് അതിനോടനുബന്ധിച്ച് സ്റ്റോക്കുകൾ കെട്ടിക്കിടന്നത് കാരണം ഉണ്ടായിട്ടുള്ള പ്രശ്നം മാത്രമാണ്. ഇതൊരു താൽക്കാലികമായ ഒരു പ്രതിഭാസമാണെന്നും കോൾഗേറ്റ് പാൽമോളിവിന്റെ പ്രീമിയം സെഗ്മെന്റ് വളരെ റിസൈലന്റ് ആണെന്നും അടുത്ത ക്വാർട്ടറുകളിൽ ഗ്രോത്ത് പിക്കപ്പ് ചെയ്യുമെന്നുമാണ് അവർ പറയുന്നത്. അതുപോലെ നൊവാമയും ഇതിനൊരു ബൈ റേറ്റിംഗ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. 2870 പെർ ഷെയർ എന്നുള്ള ഒരു റേറ്റിംഗ് ആണ് അവർ നിശ്ചയിച്ചിട്ടുള്ളത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റോക്ക് റിസൾട്ട് വന്നിട്ടുള്ളത് ലോറസ് ലാബ്സിൻ്റെയാണ്. ഇയർ ഓൺ ഇയർ സെയിൽസിൽ 35% വർധനവും ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിൽ 883% വമ്പിച്ച വർധനവുമാണ്. അതുപോലെ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ 5%-ൻ്റെയും ക്വാർട്ടർ ഓൺ ക്വാർട്ടർ പ്രോഫിറ്റിൽ 20% വർധനം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടായിട്ട് പോലും ഇന്ന് ലോറസ് ലാബ് സ്റ്റോക്കുകൾ താഴോട്ടേക്ക് ഇടിഞ്ഞു വന്നതായിട്ട് കാണാം. ഇന്ന് ലോറസ് ലാബിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഉണ്ടായത്. ഇപ്പോൾ മോട്ടിലാൽ ഓസ്വാൾ പോലെയുള്ള ബ്രോക്കറേജുകൾ ഇതിൽ 1110 എന്നുള്ള ടാർഗറ്റോടെ ബൈ റേറ്റിംഗ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഡാം ക്യാപിറ്റൽ പോലെയുള്ള ഡൊമസ്റ്റിക് ബ്രോക്കറേജുകളും ഇതിന് ബൈ റേറ്റിംഗ് തന്നെയാണ് 1083 എന്നുള്ള ടാർഗറ്റ് പ്രൈസ്. എന്നാൽ ഫോറിൻ ബ്രോക്കറേജുകൾ പ്രത്യേകിച്ച് ഗോൾഡ്മാൻ സാക്സ് ഇതിന് സെൽ റേറ്റിംഗ് ആണ്. അതുപോലെ കൊട്ടാക് സെക്യൂരിറ്റീസും ഇതിന് സെൽ റേറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ജെഫ്രീസും ഇത് ഒരു അണ്ടർ പെർഫോം സ്റ്റോക്ക് ആയിട്ടാണ് വിലയിരുത്തുന്നത്. 700 അവരുടെ ടാർഗറ്റ്. അപ്പോൾ ഇത്തരത്തിൽ ഫോറിൻ ബ്രോക്കറേജ് ഹൗസുകൾ ഇതിനെ ഡിഗ്രേഡ് ചെയ്യാനുള്ള കാരണമായിട്ട് കാണുന്നത് ഇതിൻ്റെ വാല്യുവേഷൻ തന്നെയാണ്. ഹൈ വാല്യുവേഷനിലാണ് ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. 70 മുകളിലുള്ള ഒരു വാല്യുവേഷൻ ഒരിക്കലും ഇൻഡസ്ട്രി വാല്യുവേഷനുമായിട്ട് തീരെ താരതമ്യം ചെയ്യാത്ത വിധത്തിൽ വളരെ ഹൈ ആണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു അണ്ടർ പെർഫോമൻസ് ആണ് അവർ കൊടുക്കുന്നത്. പക്ഷേ സ്റ്റോക്ക് ശക്തമായിട്ടുള്ള സ്ട്രോങ് റിസൾട്ടാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇന്ന് IPO വഴി ലിസ്റ്റ് ചെയ്ത ഒരു സ്റ്റോക്ക് വമ്പിച്ച ഒരു ലിസ്റ്റിംഗ് നടത്തിയായിട്ട് കാണാം. അത് മിഡ് വെസ്റ്റിൻ്റെ IPO ആണ്. കോട്സ് പ്രോസസ്സറായിട്ടുള്ള ഇവരുടെ ഈ ഒരു IPO
അതിൻ്റെ പ്രൈസ് ഉണ്ടായിരുന്നത് 1065 എന്ന ഇഷ്യൂ പ്രൈസ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ലിസ്റ്റിംഗ് നടന്നത് 1165 ഏകദേശം 9% മുകളിലുള്ള ഒരു ലിസ്റ്റിംഗ് ഗെയിനാണ് NSEയിൽ ഇത് നേടിയത്. അപ്പോൾ ഈ ഒരാഴ്ച ആകെ ലിസ്റ്റ് ചെയ്യപ്പെടുന്ന ഈ ഒരു IPO മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതിൻ്റെ ലിസ്റ്റിംഗ് ഗെയിൻ മോശമില്ലാത്ത രീതിയിൽ വന്നതായിട്ട് കാണാം. അപ്പോൾ ഏതായാലും ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ഇതൊക്കെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.